ഹലോ നമസ്കാരം, എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ വന്നിട്ടുണ്ട്. കുറച്ച് ദിവസമായി ഞങ്ങൾ 3 പേരുടെയൊക്കെ വന്നിട്ട്, വിളവെടുപ്പൊന്നും ഓണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്നിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ എന്താ പരിപാടി? ഇന്നൊരു ചിക്കൻ മൊമോസ്, ഓക്കെ, ഒരു അടിപൊളി ചിക്കൻ മൊമോസ് ആയിട്ടാണ്. ഹെൽത്തി ആയിട്ടൊരു സ്നാക്ക് ഐറ്റം ആണ് അല്ലേ. ചിക്കൻ മൊമോസ് എന്ന് പറയുമ്പോൾ എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു തുള്ളി എണ്ണ പോലും നമ്മൾ യൂസ് ചെയ്യാറില്ല. നിങ്ങൾ എങ്ങനെ വറുത്തെടുക്കുന്നത്? വെള്ളത്തിൽ വറുത്തെടുക്കുക? ഇല്ല, നമ്മൾ സ്റ്റീം ചെയ്താണ് നമ്മുടെ മൊമോസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കൂടുതൽ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ എളുപ്പത്തിൽ ചിക്കൻ മൊമോസ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. ചിക്കൻ മൊമോസ് എന്ന് പറയുമ്പോൾ, നമ്മുടെ മൊമോസ് എന്ന് പറയുമ്പോൾ തന്നെ നോർത്ത് ഈസ്റ്റേൺ വിഭവമാണ്. അപ്പോൾ നമ്മൾ ഈ ആസാം ആ സൈഡോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ്. അവർക്ക് മാത്രം നമ്മൾ വിട്ടുകൊടുത്താലോ, നമുക്ക് കഴിക്കണ്ടായോ? അപ്പോൾ എളുപ്പത്തിൽ അതെങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതാരാ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? എല്ലാവരും കൂടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ കഴിക്കാൻ വരാം. മമ്മിയും മെറിനോടാണ് ഉണ്ടാക്കണ്ടേ. അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം, വീഡിയോയിലോട്ട് പോകാം അല്ലേ. ചിക്കൻ മോമോസ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സവോള, 2 പച്ചമുളക്, മല്ലിയില, 1 ഇഞ്ചിയുടെ കഷ്ണം, 4-5 വെളുത്തുള്ളി, കുറച്ച് കരിയാപ്പില, പിന്നെ 250 ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത്. ചിക്കൻ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാം. നമ്മൾ എല്ലോടാണ് ഇത് വേവിച്ചേക്കുന്നത്. എല്ല് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. പിന്നെ 1 കപ്പ് ആട്ട, 1 കപ്പ് മൈദ. മൈദ എടുത്തു. ഇനി 1 കപ്പ് ആട്ടയോടാണ് മിക്സ് ചെയ്യുന്നത്. ആട്ട മാത്രം വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് കുഴച്ച് വയ്ക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ നേരം അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള മസാലകളെല്ലാം റെഡിയാക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് കുഴച്ചെടുക്കാം. 250 ഗ്രാം ചിക്കനാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് വേവിച്ചേക്കുവാണ്. വേവിക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പൂടിട്ടാണ് നമ്മൾ വേവിച്ചേക്കുന്നത്. ഇത് നമുക്ക് എന്താ പറയുന്നത്, ആദ്യമേ എല്ലൊക്കെ മാറ്റിയിട്ട് നമുക്ക് വേവിക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ വേവിച്ച് കഴിഞ്ഞിട്ടാണ് എല്ല് മാറ്റുന്നത്. പണി കൊടുക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആട്ട നല്ലതുപോലെ കുഴച്ച് നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് ആദ്യമേ തന്നെ അത് ചെയ്യണം. പിന്നെ നമ്മുടെ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്ത് 1 പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ, അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാചകത്തിലോട്ട് കടക്കാം. നെക്സ്റ്റ് മൊമോസിന് മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ഒരു 3 സ്പൂൺ എണ്ണ എങ്കിലും ഒഴിക്കുക. മതിയോ? ഓക്കെ, മതി. കരിയാപ്പിലൊക്കെ ഇട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അതിലോട്ട് കുറച്ച് കരിയാപ്പില. എണ്ണ ഒഴിച്ചു. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. കുറച്ച് കറിവേപ്പില ഇട്ടു. അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നതായ ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവണം. ചെറുതായിട്ട് വേണം ഉള്ളി അരിയാനായിട്ട്, നീളത്തിലല്ല അരിയുന്നത്, ചെറുതായിട്ട്. ഇത് നമുക്ക് വെജ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അങ്ങനെ പിന്നെ ക്യാബേജ് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് വെജിറ്റബിൾസ് മോമോസും ഉണ്ടാക്കാം. ഉള്ളി ഒന്ന് വാടിക്കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളകും സ്വല്പം മുളക് പൊടി ഉപ്പും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ വാടട്ടെ. നമ്മൾ ഈ ഉള്ളി വാട്ടുമ്പോൾ സ്വല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ചിക്കനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ ആട്ട ഒഴിച്ചപ്പോൾ അതിനകത്ത് ഉപ്പുണ്ട്. നമുക്ക് ഈ മസാലക്കൂട്ട് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഉപ്പില്ലാന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് സ്വല്പം കൂടെ ചേർക്കാവുന്നതാണ്. ഉള്ളിയൊക്കെ ഒന്ന് വാടുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതല്ല നിങ്ങളുടെ ചിക്കൻ മസാലയാണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ ടേസ്റ്റിനനുസരിച്ച് ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കേട്ടോ. മുളകിനകത്തൊക്കെ
അപ്പം കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഈ മുളകിൻ്റെ അളവൊക്കെ കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതായ ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് പൊടിയണം അത്. പൊട്ടാറ്റോ ഓപ്ഷനാണ് കേട്ടോ. നോർമലി ആരും അങ്ങനെ മോമോസിന് പൊട്ടാറ്റോ ഇടാറില്ല. പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എല്ലാം കൂടെ ആകുമ്പോഴാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇടാം, അല്ല ഇടാതിരിക്കാം. നല്ലതുപോലെ പൊടിച്ച് ചേർക്കണം, അല്ലെങ്കിൽ മോമോസ് നമ്മൾ അതിനകത്ത് വയ്ക്കുമ്പോൾ അത് പൊട്ടിപ്പോവില്ലേ. അതെ അതെ. മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്നതായ ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ചിലരൊക്കെ ആണെങ്കിൽ ഇത് പച്ചയ്ക്ക് തന്നെ മിൻസ് ചെയ്തിട്ടാണ് ഇടുന്നത്. പക്ഷെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ പിടിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പം അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിലോട്ട് എന്തുകൊണ്ടെന്നറിയാമോ, ഒരു 1.5 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. സോയാ സോസ് ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ വിട്ടേക്കാം. അതിനകത്തോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്നതായ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതിനകത്തുള്ള ഉപ്പും എരിവും ഒക്കെ നമുക്ക് നോക്കാം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ചേർക്കാം. എല്ലായിടും ഒന്ന് പിടിക്കണം, അതിൻ്റെ എരിവും ഉപ്പും എല്ലാം. ഒരു സ്വല്പം ഉപ്പും കൂടെ ആവശ്യമുണ്ട്. കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇനി ആട്ട പരത്തെടുക്കാം. അപ്പം നമ്മുടെ ആട്ട നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്നത് ഒന്നും കൂടെ നമുക്ക് കൈ കൊണ്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ ഈ മാവ് നല്ല സോഫ്റ്റ് ആവും. ഒന്നും കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കാം. മതി. ഇനി നമുക്കതിനെ പരത്തിയെടുക്കാം. ഒന്ന് നമുക്ക് കുറച്ച് കൂടുതൽ മാവ് എടുത്തിട്ട് നമുക്ക് വലുതായിട്ട് ചപ്പാത്തിയോട്ട് വലുതായിട്ട് പരത്തിയിട്ട് നമുക്കത് എന്തിൻ്റെങ്കിലും അടപ്പ് വെച്ചിട്ട് നമുക്ക് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പൂരിയുടെ ഷേപ്പിന് നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പോൾ ഞാൻ സ്വല്പം വലുതായിട്ട് പരത്തിയെടുക്കുകയാണ്. മൈദയോ ആട്ടയിലോ മുക്കിയിട്ട് നമുക്കതിനെ പരത്തിയെടുക്കാം. ഒരുപാട് നൈസായിട്ടും ഒരുപാട് കനത്തിലും ആയി പോകരുത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൈദയിലൊന്നും മുക്കിയെങ്കിൽ നമുക്കത് നമ്മൾ വിചാരിച്ച മാതിരിൽ നല്ലതുപോലെ പരത്തിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മെറിൻ തടി തപ്പി ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇനി മെറിനെ പൊക്കിക്കൊണ്ടുവരണം. നമുക്കിത് നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ പരത്തുന്നതനുസരിച്ച് നല്ല ഇതേപോലെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് നമുക്കത് 2 or 3 ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 3 എണ്ണം കിട്ടുന്നുണ്ട്. ബാക്കി മാവ് നമുക്കിങ്ങനെ എടുക്കാം. നല്ല ഷാർപ്പായിട്ടുള്ളൊരു അടപ്പെടുത്താലും നമുക്ക് 3 ഷേപ്പ് ഇങ്ങനെ കിട്ടും. അപ്പോൾ അതങ്ങോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ ഡ്രസ്സിനൊക്കെ ഫ്രില്ല് വെക്കുന്നത് പോലെ 2 സൈഡിൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് അകത്തോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ സൈഡിലും ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ മാറ്റി മാറ്റി ഫ്രില്ലിട്ടാൽ മതി അല്ലേ? ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുക. ഫ്രില്ലിട്ടതിന് ശേഷം ബാഗ് മാതിരിയായി അല്ലേ? ഒരു ബാഗ് പോലെ ആയിട്ടുണ്ട്. എല്ലാ എഡ്ജസൂടെ ഒരുമിച്ച് കൂട്ടി വെക്കുക. കണ്ടില്ലേ? എന്നിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മേളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരും. അത് ലോക്ക് ആവുകയും ചെയ്യും. അപ്പോൾ അവിടെ നല്ലതുപോലെ ഒന്ന് മുറുക്കി വേണം പ്രസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ഓപ്പൺ ആയി പോകും അല്ലേ? അതെ. അപ്പോൾ നല്ലൊരു ബാഗിൻ്റെ ഒരു ഷേപ്പ്, ഒരു ചാക്കിൻ്റെ ഒരു ഷേപ്പ് പോലെ നമുക്ക് കിട്ടും. ഇതേ രീതിയിൽ എല്ലാം നമുക്ക് ചെയ്തെടുക്കണം. ഒന്നുകൂടെ കാണിച്ചു കൊടുക്കുക പറഞ്ഞേ. അപ്പോൾ ഈ ഒരു പൂരിൻ്റെ ഈ ഒരു സർക്കിളിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഒരു സൈഡ് അകത്തോട്ട് കയറ്റുക, ജസ്റ്റ് പ്രസ് ചെയ്യുക. അതേപോലെ എല്ലാ സൈഡിലും പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ സമയം കൊണ്ട് ഞാൻ പോയി ഇഡലി പാത്രം അടുപ്പ് വെക്കട്ടെ, എന്താ? അതെ അതെ, സമയം വേസ്റ്റ് ചെയ്യണ്ട. അതെ. ഇനി ഈ ബാഗ് പോലെ ഇരിക്കുന്നത് എല്ലാ എഡ്ജസും ഒരുമിച്ച് കൊണ്ടുവരിക. എന്നിട്ട് ഇതിൻ്റെ നടുക്കത്തെ ഒരു പോർഷനിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പൊട്ടാതെ ഇരുന്നോളും. ഇനി വേറൊരു ഷേപ്പ് കാണിച്ചു കൊടുക്കുന്നതല്ലേ? ഇത് വേറൊരു രീതിയിൽ ഫോൾഡ് ചെയ്യുന്നതാണ്. നമ്മൾ നേരത്തെ ഫ്രില്ല് ചെയ്തതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കുക. നേരത്തെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു ചെയ്തത്. ഇതിൻ്റെ അകത്ത് അധികം ഗ്യാപ്പ് ഇടുന്നില്ല. നമ്മൾ ഈ ഒരു സൈഡ് ഇത്രയും ഒരു പോർഷൻ മാത്രമേ പ്ലേറ്റ്സ് ഇടുന്നുള്ളൂ. എന്നിട്ട് ഈ ഒരു പോർഷൻ പ്ലേറ്റ്സ് ഇടാതെ വെച്ചേക്കുവാണ്. ഈ 2 എഡ്ജസും ഇനി ഒരുമിപ്പിച്ചാക്കുക.
അത് ഒട്ടിയില്ലെന്നുണ്ടെങ്കിൽ സ്വല്പം വെള്ളം നമ്മുടെ കയ്യിൽ തൊട്ടിട്ട് ഒട്ടിച്ചാൽ മതി, അത് ഒട്ടിക്കോളും. അതോ ഈ കോർണേഴ്സ് ഒട്ടാൻ പാടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വിരലിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. ഇത് വേറൊരു ഷേപ്പിൽ ആയി കിട്ടും. അപ്പോൾ എല്ലാം നമ്മൾ ഷേപ്പാക്കി വെച്ചു. ഇപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് നമ്മൾ അടുപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഇഡ്ഡലി പാത്രത്തിനകത്താണ് വയ്ക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിൽ നല്ലതുപോലെ ആവി വരുമ്പോഴും നമ്മൾ അതിനകത്തോട്ട് പറക്കി വയ്ക്കുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ആ തട്ടിനകത്തോട്ട് നമ്മൾ സ്വല്പം എണ്ണ തേച്ച് കൊടുക്കണം. അപ്പം അതിനകത്തുനിന്ന് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലോട്ട് നമുക്ക് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കത് പറക്കി വയ്ക്കാം. അപ്പോൾ ഒന്നിനൊന്ന് ഒട്ടാത്ത രീതിയിൽ വേണം നമ്മളത് വയ്ക്കാനായിട്ട്. കുറേ അങ്ങ് വാരി വയ്ക്കരുത്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ളത് പറക്കി വയ്ക്കാമേ. അപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ മോമോസ് പരുവം ആയി എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ വെച്ചിട്ട് നല്ലതുപോലെ സ്റ്റീം വരുമ്പോൾ നമ്മൾ ഈ ഫ്ലെയിം എന്തുവേണമെന്ന് സിമ്മിലോട്ടിടണം. ഒരു 7 മിനിറ്റ് സിമ്മിലിരിക്കുമ്പോൾ നമ്മുടെ മോമോസ് റെഡിയായി. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മോമോസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. കയ്യിലൊന്നും ആവി കയറരുത്. സ്വല്പം തണുത്ത് കഴിഞ്ഞിട്ട് എടുത്താലും മതി. അപ്പോൾ നമ്മൾ തട്ടിൽ എണ്ണ തേക്കുന്നത് കൊണ്ട് നമുക്കത് ഒട്ടിപ്പിടിക്കാതെ ഇഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഉണ്ടല്ലേ, വിട്ടിഞ്ഞ് വന്നോളും. ഇതെല്ലാം നമുക്ക് എടുത്തിട്ട് അടുത്തത് നമുക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മോമോസ്, ചിക്കൻ മോമോസ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ മോമോസ് നമ്മൾ പറഞ്ഞ പോലെ നല്ല ചൂടായിട്ടാണ് തിന്നേണ്ടത്. അതുകൊണ്ട് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ചിക്കനും നമ്മൾ വെച്ചിരുന്ന മസാല എല്ലാം ഇവിടെ ഇതായിട്ടിരിപ്പുണ്ട്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ നമ്മുടെ സോസിനകത്തുനിന്ന് ചെറുതായിട്ട് മുക്കി ആണ് അടുത്തിരിക്കുന്നവരെല്ലാം കൊതിപ്പിച്ച് കൊല്ലുമല്ലോ. നല്ല മസാലയുടെ രുചിയും അതിൻ്റെ കൂടെ ചിക്കൻ ഉണ്ടല്ലോ നല്ല പൊടിച്ച് ചേർത്തുകൊണ്ട് ആ മസാലയുടെ മിക്സ് ആയിട്ടുള്ള ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല സോസ് മുക്കി. അപ്പം എത്രയും രുചി പറഞ്ഞ ഞാനും ഒന്ന് നോക്കട്ടെ. കൊള്ളാം, അടിപൊളിയായിട്ടാണ്. എന്നാ ട്രൈ ചെയ്യേണ്ട സാധനം തന്നെ കേട്ടോ. ഇച്ചിരി ചിക്കൻ മതി. നല്ല രസമുണ്ട് കേട്ടോ. തുറക്കുമ്പോ തന്നെ നല്ലൊരു രസം തന്നെയാണ് കാണാനായിട്ട്. നല്ല ഫില്ലായിട്ടിരിപ്പണല്ലേ. ഉണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക. എന്തായാലും എല്ലാരും അടുത്ത പ്രാവശ്യം ചിക്കൻ മേടിക്കുമ്പോ ഉറപ്പായിട്ട് ചെയ്തു നോക്കണം. കഷ്ടല്ലേ, നമുക്ക് ആദ്യം ഇച്ചിരി മെറിന് കൊടുക്കാം. ഞാനും ഒരു പിടി പിടിക്കട്ടെ. സൂപ്പറാ. ഒന്നാമത് ഹെൽത്തിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് എത്ര വേണം കഴിക്കാൻ കേട്ടോ. സൂപ്പർ. എണ്ണയില്ല, വേറെ പ്രത്യേകിച്ച് ഒന്നും മായമില്ല. നമ്മൾ കുറച്ച് സോയാ സോസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എക്സ്ക്ലൂഡ് ചെയ്യാം. ബാക്കി എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത്. മൈദ ആട്ടയോട്ടാണ് ചേർത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ മൈദ കഴിക്കുന്നതിനേക്കാൾ നമുക്ക് ആട്ടയുടെ മിക്സ് ആകുമ്പോൾ ഇച്ചിരി ഹെൽത്തി ആയിരിക്കും. സാധാരണ ആൾക്കാർ മൈദ മാത്രം വെച്ചാണ് ചെയ്യാറ്. അപ്പം രണ്ടും കൂടെ ആകുമ്പോൾ നമുക്ക് ഒരു ഹെൽത്തിയാണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അത് നമ്മളൊന്ന് പൊട്ടിച്ച് കാണിക്കാം. ആണ്ടേ അടിപൊളി. ആ ഫിൽസ് ഉണ്ട്, നല്ല രസമായിട്ടാണ്. നമ്മൾ ചിക്കൻ നല്ല മിൻസ് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് ചിക്കനും ആ ആലു നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടെ ചേർന്നിരിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ തന്നെ വരും. അപ്പോൾ അത് നമുക്ക് സോസിൻ്റെ കൂടെ മുക്കി. സോസ് അല്ലാതെ വേറെ ചട്നിയൊക്കെ അരയ്ക്കാം. ഇതിൻ്റെ കൂടെ സോസും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുളകിൻ്റെ ചട്നി കിട്ടും കേട്ടോ. അത് നല്ല അടിപൊളി സാധനം. അത് നല്ല ആസാമിക്കാരുണ്ടാക്കും. അപ്പം നല്ല രുചിയാണ് ശരിക്കും. ബാംഗ്ലൂരോ അല്ലെങ്കിൽ നമ്മൾ നോർത്ത് ഇന്ത്യ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മൊമോസ് വിൽക്കുന്ന നോർത്ത് ഇന്ത്യൻസ് ആണ്. അടിപൊളി അത് കഴിക്കാൻ. അതെന്തായാലും മൊമോസിൻ്റെ കൂടെ അതേപോലത്തെ ചട്നി വെച്ചാൽ കഴിക്കണ്ട. ഇതിപ്പോൾ നമുക്ക് ആ ചട്നി ഉണ്ടാക്കാൻ അറിയത്തോണ്ട് നമ്മൾ നമ്മുടെ സോസൊക്കെ കൊണ്ട് തന്നെ കഴിക്കുന്നു. എന്തായാലും അടിപൊളിയാണ്. അതിൻ്റെ കൂടെ നല്ല ചൂട് ചായ കൂടെ കുടിക്കും. വാ മരുന്നിരിക്കണേ. മൊമോസും ചൂട് ചായ. അപ്പോൾ നമ്മുടെ ചിക്കൻ മൊമോസ് എല്ലാവരും കണ്ടല്ലോ, നല്ല അടിപൊളിയായിരുന്നു. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അല്ലേ?
അപ്പോൾ മൊമോസിൽ വലിയ ഓയിലി ആയിട്ടൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഹെൽത്തി തന്നെയാണ്, ആർക്കും ഉണ്ടാകാം, എളുപ്പം ഉണ്ടാകാം, വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സംഭവമാണ്. വളരെ ടേസ്റ്റിയാണ്. 1 കിലോ ചിക്കൻ വാങ്ങിച്ചാൽ മതി, ബാക്കിയെല്ലാം സെറ്റാണ്. 250 ഗ്രാമിന്റെ പരിപാടിയല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം നിങ്ങൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നത്, നിങ്ങളുടെ ഫേസ്ബുക്ക് പേജായ മിനി ലൈഫ് സ്റ്റൈൽ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. അപ്പോൾ പലർക്കും അറിഞ്ഞുകൂടാ ഇവിടെ 3 ചാനൽ നടക്കുന്ന കാര്യം. എൻ്റെ ചാനലിൻ്റെ പേരാണ് എബിൻ വ്ളോഗ്സ്. എൻ്റെ ചാനലിൻ്റെ പേരാണ് ഡേ ഡ്രീമർ മെറിൻ. ക്രാഫ്റ്റ് റിലേറ്റഡ്, ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം എൻ്റെ ചാനലിൽ കാണാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ മിനി ലൈഫ് സ്റ്റൈൽ സർവ്വസാധാരണ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ 3 പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ബൈ.